ഹായ്, ഞാൻ ആര്യ, ഗാനഡോറിൻ്റെ കഥകളുടെ വഴികാട്ടി. ചരിത്രത്തിലെ മറവികൾ തേടി ഞാൻ വരുന്നു, കഥ പറയാൻ, അനുഭവിപ്പിക്കാൻ. എല്ലാ കഥകളും സത്യവും സ്വപ്നവും ചേർന്നുള്ള യാത്രകളാണ്. അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫ്രാൻസിൻ്റെ ഒരു ചെറിയ ഗ്രാമമായ ഡൊണ്ടനിയിൽ 1412 അവൾ ജനിച്ചു. ഒരു യുദ്ധഭൂമിയിൽ തീയും പുകയും നിറഞ്ഞ ആകാശം. കയ്യിൽ വാൾ, കണ്ണിൽ തീ. അവൾ ഒരു പെൺകുട്ടിയായിരുന്നു. ലോകം അവളെ സെയിന്റ് എന്ന് വിളിക്കും. ചരിത്രം ചിലപ്പോൾ ഒരു മനുഷ്യന്റെ ആത്മാവിൽ തീ കൊളുത്തും. ആ തീ കത്തിക്കളയുക മാത്രമല്ല, ലോകത്തെ തന്നെ പ്രകാശിപ്പിക്കാനും അതിന് കഴിയും. ഇന്നത് തീയാണ്. പതിമൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ജോൺ, ഒരു കുഞ്ഞു പെൺകുട്ടി, ഫ്രാൻസിനെ രക്ഷിക്കാൻ ഉള്ള ചുമതലയുമായി മുന്നോട്ട് വന്നു. ജോൺ വിശ്വസിച്ചു, കാരണം അവൾക്ക് ഭയം അറിയില്ലായിരുന്നു. കാലം യുദ്ധത്തിൻ്റെ 1000 മുറിവുകൾ കൊണ്ട് ചിതറിയത്. ഇംഗ്ലീഷ് സൈന്യം ഫ്രാൻസിനെ അടിച്ചമർത്തി. 15-ആം വയസ്സിൽ അവൾ ഫ്രാൻസിൻ്റെ രാജാവായ ചാൾസിനോട് പോയി പറഞ്ഞു, ഞാൻ നിങ്ങളുടെ രാജ്യം രക്ഷിക്കും എന്ന്. ആർക്കും വിശ്വാസം വന്നില്ല. ഒരു ഗ്രാമത്തിലെ പെൺകുട്ടി, അവളുടെ കണ്ണുകളിൽ തീ ഉണ്ടായിരുന്നു. ഉറച്ച വിശ്വാസം. അവൾക്ക് സൈന്യം നൽകി. അവൾ കുതിരപ്പുറത്ത് കയറി യുദ്ധമൈതാനത്തേക്ക് ഇറങ്ങി, വാൾ ഉയർത്തി. ഫ്രാൻസിൻ്റെ പതാക അവളുടെ കൈകളിൽ. ആ പെൺകുട്ടിയുടെ വിശ്വാസം, അതാണ് യുദ്ധത്തിൻ്റെ തീയായി മാറിയത്. 1429 ഓർലിയൻസ് നഗരത്തിൽ വലിയ യുദ്ധം. ഇംഗ്ലീഷുകാർ ആക്രമിച്ചു. ഫ്രാൻസ് തകർന്നു പോകുമ്പോൾ ആ പെൺകുട്ടി മുന്നോട്ട് ഓടി. ഒരൊറ്റ നിമിഷം ഫ്രാൻസിൻ്റെ ആത്മാവ് അവളിലായി. അവൾ മുന്നിൽ നിന്നും സൈന്യത്തെ നയിച്ചു. ഭയപ്പെടേണ്ട. അവളുടെ ശബ്ദം സൈനികരുടെ ഹൃദയം കത്തിച്ചു. അവൾ വിജയിച്ചു. ഫ്രാൻസ് വീണ്ടും ശ്വാസം പിടിച്ചു. അന്ന് അവൾ മനുഷ്യരിലൊരു മാലാഖയെ പോലെ തോന്നിച്ചു. ഓർലിയൻസ് നഗരത്തെ മോചിപ്പിച്ചു. അവൾ വിജയിച്ചു. ലോകം വിറച്ചു. എന്നാൽ തീയുടെ വെളിച്ചത്തിന് ഒരു വിലയുണ്ട്. മാലാഖയെ പിന്നീട് മനുഷ്യർ തന്നെ തീയിൽ ചുട്ടുകൊന്നു. ലോകം എപ്പോഴും നല്ലവരെ പേടിക്കും. അവളെ രാഷ്ട്രീയ വിരുദ്ധർ ഇംഗ്ലീഷുകാർക്ക് പിടിച്ചു നൽകി. ജോൺ കത്തോലിക്ക സഭയുടെ വിചാരണയിൽ നിന്നു. മനുഷ്യർ അവളെ വിചാരണ ചെയ്തു. അവളെ രാജ്യദ്രോഹിയെന്ന് ആരോപിച്ചു. അവൾ നിശബ്ദമായി പറഞ്ഞു, എൻ്റെ രാജ്യം എന്നെ കാണുന്നു. അതാണ് എൻ്റെ നീതി. അവൾക്ക് വെറും 19 വയസ്സായിരുന്നു. 1431 റുവാൻ നഗരത്തിലെ ചത്വരത്തിൽ ജോൺ കെട്ടിയിരുത്തപ്പെട്ടു, തീക്കുംപാരത്തിനുള്ളിൽ. ജനങ്ങൾ അവളെ നോക്കി നിന്നു. തീ ഉയർന്നു. അവളെ തീയിൽ കത്തിച്ചു കൊല്ലിച്ചു. ജനങ്ങൾ നിലവിളിച്ചു. അവൾ ശാന്തയായി. തീയിൽ കത്തുന്ന സമയത്ത് പറഞ്ഞു, ഫ്രാൻസിനെ രക്ഷിക്കൂ. തീയിൽ കത്തിക്കൊണ്ട് അവൾ ചരിത്രമായി. പക്ഷേ അതിൽ മരിച്ചത് അവളുടെ ശരീരമല്ല. അവളുടെ വിശ്വാസം ലോകം മുഴുവൻ പടർന്നുപോയി. അവളെ കത്തിച്ചു, പക്ഷേ അവളുടെ കഥ ആരും അണച്ചില്ല. പിന്നീട് വർഷങ്ങൾക്കു ശേഷം അവർ തിരിച്ചറിഞ്ഞു, ജോൺ ഒരു രാജ്യദ്രോഹിയല്ല, അവൾ ഒരു മികച്ച പോരാളിയായിരുന്നു. ലോകം തിരിച്ചറിഞ്ഞു, അവൾ തെറ്റ് ചെയ്തില്ല എന്ന്. ഒരു പെൺകുട്ടി ഒരു ഗ്രാമത്തിൽ നിന്നും രാജ്യത്തെ കവച്ചു പിടിച്ച മനുഷ്യകഥ. പക്ഷേ ഇന്നും ആ തീ അണഞ്ഞിട്ടില്ലാത്ത വിശ്വാസം കത്തിക്കുമ്പോൾ ലോകം തന്നെ തീയുടെ രൂപം എടുക്കും. അവൾ തെളിയിച്ചു, ഒറ്റയ്ക്ക് നിൽക്കുന്നവർക്ക് ചരിത്രം എഴുതാനുള്ള അവകാശം. ഇന്നവൾ ഒരു വിശുദ്ധയാണ്. ഇതാണ് ജോൺ ഓഫ് ആർക്ക് എന്ന പെൺമനുഷ്യയുടെ കഥ. തനിച്ച് പോരാടിയ, ലോകം മുഴുവൻ ഓർത്തുകൊണ്ടിരിക്കുന്ന ഒരു ആത്മാവ്. വിശ്വാസം എന്തെന്നാൽ തീയിൽ കത്തിയാലും വെളിച്ചം വിടരുക. അത് തന്നെയാണ് ജോൺ ഓഫ് ആർക്കിൻ്റെ ആത്മാവ്. ലോകം തീയിൽ വെച്ചിട്ടെങ്കിലും അവൾ വെളിച്ചമായി മിന്നി. ഇതുപോലുള്ള ലോകത്തിൻ്റെ മറഞ്ഞുപോയ പോരാളികളെയും തനിച്ചുള്ള അവരുടെ അസാധാരണ ജീവിതങ്ങളെയും പരിചയപ്പെടാൻ ഞങ്ങളോടൊപ്പം ഈ യാത്ര തുടരും. നമ്മുടെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യൂ. അവരുടെ കഥകൾ ഈ ലോകം മറക്കരുത്.